അവധി ദിവസത്തെ സാഹസികാനുഭവമാക്കി മാറ്റി മരുഭൂമിയുടെ മണൽപ്പരപ്പിലൂടെ ആവേശകരമായ മരുഭൂമി സഫാരി സംഘടിപ്പിച്ച് മലയാളി സംഘം. സാഹസികതയും വിനോദവും ഒന്നിച്ച മരുഭൂമി സഫാരി പങ്കെടുത്തവർക്ക് മറക്കാനാവാത്ത അനുഭവമായി. നമസ്കാരം. ഇന്ന് നമുക്ക് അതിഥികളാണ്. അവധി ദിവസത്തെ സാഹസികമായി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അവരുടെ യാത്രയിൽ നമ്മളും പങ്കാളികളാവുകയാണ്. യാത്ര ഇവിടെ തുടങ്ങിയാണ്. നമ്മളിതിവിടെ യാത്ര തുടരുകയാണ്. കോൺവോയ് ആയിട്ട് ഏകദേശം 5 വണ്ടിയുണ്ട്, 10-18 പേരുണ്ട്. നമുക്ക് ഏതായാലും ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയില്ല. കൃത്യമായ ടെക്നിക്കൽ സംവിധാനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, വാക്കി ടോക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ പോവാണ്. ഇനി അങ്ങോട്ടുള്ള യാത്ര നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മുടെ യാത്രയുടെ ആദ്യത്തെ പോയിന്റ് ആണ്. നമ്മൾ ഒന്ന് ജസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. നമ്മളെല്ലാവരും സെറ്റായി. ഇനി അങ്ങോട്ട് മുഴുവൻ പോകുന്നത് നമ്മൾ ഡെസേർട്ടിലൂടെയാണ്. ഡെസേർട്ട് യാത്രയാണ്. ഡെസേർട്ടിനകത്ത് ഇവിടെ തുടങ്ങുകയാണ്. غريتي وعليا تخليتي ما همك اللي جرالي سهرتيني ليالي تغريتي وعليا تخليتي ما همك اللي جرالي سهرتيني ليالي انا ما نويت الغدار ولا كنت نفكر انا ما نويت الغدار ولا كنت نفكر حيرانة ما تنفع كندا غلطانة جئتني ندمانة قلتي لي ريحني هالمرة سامحني غلطانة മലയാളി പൊളിയാണ്. ഈ കൊടും ചൂടിലും ഇന്നത്തെ അവധി ദിവസം അവർ ആഘോഷിച്ചിരിക്കുകയാണ്. ഡെസേർട്ടിൽ ഗംഭീരമായ ഒരു ഡ്രൈവ്. ഇതാ ഡെസേർട്ട് ഡ്രൈവ് കഴിഞ്ഞ് ഇതാ ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ നീണ്ടുന്ന ഡെസേർട്ട് ഡ്രൈവ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ ചെറിയ കുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആയിട്ട് വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ആർക്കും ഒരു ക്ഷീണവുമില്ല. നല്ല കൊടും ചൂടാണ്. എന്തായാലും അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്തത് നമ്മുടെ സുബിനായിട്ടാണ്. ഇതിന് പിന്നെ മുഴുവൻ കാര്യങ്ങളും പിന്നെ ഇതിന്റെ പ്രോട്ടോകോൾ മുഴുവൻ റെഡിയാക്കി കൊണ്ടുവന്ന് നമ്മളെ ഇതിനൊക്കെ നയിച്ചത് നമ്മുടെ സുബിനായിട്ടാണ്. സുബിനായിട്ട് ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എന്തായാലും സുബിനായിട്ടിനോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. ഇറ്റ് ഈസ് എ വിൽ. ഞങ്ങളെല്ലാവരും പുറത്ത് പോകണം. ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിലിരിക്കുന്നു. ഞങ്ങൾ ഓഫീസ് പോകുന്നു, തിരിച്ചു വരുന്നു. അതിലൊരു ഡിഫറൻസ് വേണം ഞങ്ങൾക്ക്. വി ഷുഡ് ബി ഔട്ട്സൈഡ്. മറ്റേ പുറം ലോകം കാണണം. പിന്നെ കുവൈറ്റിൽ ഇങ്ങനെ ഡെസേർട്ട് സാൻഡ് ഉണ്ട് എന്നെല്ലാം പലവർക്കും അറിയില്ല, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇറ്റ്സ് എ ഫാമിലി ഗ്രൂപ്പ്. ഇത് ഞങ്ങളൊരു പ്രൊഫഷണലായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നതൊന്നുമല്ല. ഒരു ഫാമിലി ഗ്രൂപ്പ് ഫോർ ഫൺ. എങ്ങനെയുണ്ടായിരുന്നു ഡെസേർട്ട് ഡ്രൈവ്? നല്ലതായിരുന്നു. ഇഷ്ടമായിരുന്നോ? ക്ഷീണമൊന്നുമില്ല? നല്ല കൊടും ചൂടല്ലേ? ക്ഷീണമൊന്നുമില്ല? ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അടിപൊളി. നിങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണോ? മുതിർന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഇവരോട് കൂടി ചോദിക്കാം. നമുക്ക് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി ഒരു പരിപാടിയായിരുന്നു. നമ്മളിവിടെ കുവൈറ്റിൽ വന്നിട്ട് ഞങ്ങള് കുറെ നാൾ ഖത്തറിലായിരുന്നു. ഖത്തറിൽ നിന്ന് ആദ്യമായിട്ട് കുവൈറ്റിൽ വന്നിട്ട് ഒരു നല്ല ഒരു പരിപാടി സംഘടിപ്പിച്ചു തന്ന എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. ഒരു പ്രശ്നമില്ല, ചൂടൊന്നും ഇല്ല, പ്രശ്നം സന്തോഷമല്ലേ പ്രധാനം. ചൂടിന് മുകളിൽ സന്തോഷം. അതെ അതെ അതെ. എങ്ങനെയാ മാം? അടിപൊളി. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ? ഇവിടെ കുവൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. സാർ എന്താണ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വീട്ടിൽ കിടന്നുറങ്ങുന്നേക്കാളും നല്ലതല്ലേ. അതുകൊണ്ട് രാവിലെ പിള്ളേർ വിളിച്ചു കൊണ്ട് ഇറങ്ങി അങ്ങനെ ഉച്ച വരെ അടിച്ചു പൊളിച്ചു. നല്ല എക്സ്പീരിയൻസ്. അല്ലാതെ സാർ മുന്നേ എനിക്ക് തോന്നുന്നു ഖത്തറിൽ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതെ. അപ്പൊ അവിടുന്ന് ഇതേവരെ ഡെസേർട്ട് ഡ്രൈവ് ഒക്കെ നടത്തിയിരുന്നു? അവിടെ ഖത്തറിൽ വലിയ ഡ്യൂൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങള് ഓഫ് റോഡിങ് ചെയ്യുമായിരുന്നു. എന്താണ് ബ്രോ? അടിപൊളി. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ?
ആദ്യത്തെ അല്ല, പക്ഷെ ഇത്ര ഡീപ്പായിട്ട് വന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും നേരവും ഇത്രയും നേരം ഈ ചൂട് സമയവും ചൂട് ഒരു വിഷയമല്ല, ഇങ്ങനത്തെ കാര്യം ചൂടെന്ത് വിഷയം. എന്ത് തന്നെ ആയാലും എല്ലാവർക്കും ചൂട് ഒരു തരത്തിലും ബാധകമായിട്ടില്ല. ഏകദേശം 5.5 മണിക്കൂർ 6 മണിക്കൂറാണ്. രാവിലെ 4:30 മുതൽ പുറപ്പെട്ടതാണ് നമ്മൾ. ഇതായിപ്പോ ഏകദേശം ഇവിടുത്തെ പോയ ടൈം 12:10 കഴിഞ്ഞു. ആർക്കും തന്നെ ഒരു ക്ഷീണവുമില്ല, എല്ലാവരും വളരെ ഉഷാറായിട്ടുണ്ട്. ഇതാ ഒരു മിനിറ്റ്, എന്തുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ്. കുവൈറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ട് 2 വർഷമേ ആവുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ഈ സുബ്നാട്ടിന്റെ കൂടെയും ടിനിവാന്റെ കൂടെയും എല്ലാം കൂടിയതിനു ശേഷമാണ് ഇങ്ങനെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം പോകുന്നേ അറിയില്ല. ഓഫീസിൽ 5 ദിവസത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഈ ഒരു ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ മറന്ന് നമ്മളല്ലാണ്ട് നമ്മൾ എന്താ പറയുക സന്തോഷിച്ച് അതിലേക്ക് നമ്മൾ ലയിച്ച് ചേരുവാണ്. സത്യം പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ശരിക്കുള്ള. ഓക്കെ, നമുക്ക് ഏറ്റവും നല്ല സ്ട്രെസ് റിലീവർ ആണ്. നമ്മൾ ഈ 5 ദിവസവും രാവിലെ ജോലിക്ക് പോയി കണ്ടവരെ തന്നെ കണ്ടു, കേട്ട ചീത്ത തന്നെ കേട്ട് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ ഒരു ഡ്രൈവ് കഴിയുമ്പോൾ നമ്മൾ ഫ്രഷാ. ഇനി വീട്ടിൽ പോയി കുളിച്ചിട്ട് കിടന്നുറങ്ങി നല്ലൊരു ഉറക്കം ഉറങ്ങി ഫുഡും കഴിച്ച് നല്ല ഉറക്കം കഴിഞ്ഞ് നമ്മൾ ഫ്രഷാണ്. അപ്പോൾ ഏറ്റവും വലിയ സ്ട്രെസ് റിലീവർ ആണ് നമുക്ക് ഈ ഡെസേർട്ട് ഡ്രൈവ്. അപ്പൊ ഇനി ഈ ഡ്രസ്സ് നമ്മൾ തുറന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പം നാളെ കഴിഞ്ഞ് നമ്മൾ നൈറ്റ് വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അത് ശരി. അപ്പൊ ഇനിയിപ്പോ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയി. നമ്മൾ എല്ലാ ഫ്രൈഡേസും നമ്മൾ വരും. എന്താണ് അഭിപ്രായം? obviously this is not for someone who does not like adventures. ഇത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയല്ല. ഇത് ആ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രം പറ്റിയ പരിപാടിയാണ്. ടുഡേ ഇറ്റ്സ് നമ്മുടെ 2 വണ്ടി കുടുങ്ങി, ചില വണ്ടിക്ക് പഞ്ചറായി, സം ടയർസ് പോപ്പ്, സം ടയർസ് ഡീഫ്ലേറ്റഡ്, ഓൾ ദീസ് തിങ്സ് ഹിയർ ആൻഡ് ദേർ ആർ ടു ബി ഡൺ. പക്ഷേ ആ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിട്ട് പോകുമ്പോഴാണ് ദിസ് ഇസ് ദ ഫൺ ഓഫ് ഇറ്റ്. പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു കാറ്റ്ലീനെ ഓർമ്മയുണ്ടാവുന്ന തോന്നുന്നു. ഒരു 4-5 എപ്പിസോഡ് മുമ്പേ ഈ സാഹസിക പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു ഡെസേർട്ട് ഡ്രൈവിൽ കാറ്റ്ലിനും ഉണ്ടായിരുന്നു. കാറ്റ്ലിന്റെ എനിക്കൊന്നും ആദ്യത്തെ ആയിരിക്കില്ല, കാറ്റ്ലിന് മുന്നേ വന്നിട്ടുണ്ട്, നമ്മുടെ മുന്നേ സംസാരിച്ചതാണ്. അവൾ വളരെ ഇഷ്ടപ്പെട്ടതാണ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്താണ് പറയാനുള്ളത് ഈ ഒരു എക്സ്പീരിയൻസ്? സ്പെഷ്യലായിട്ട് ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു സുബിൻ അങ്കിൾ. ഇറ്റ്സ് വെരി ഹോട്ട്. വി വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എന്നിട്ട് ഇവിടെ കുറെ ഇറ്റ്സ് എ ലോങ് ഡ്രൈവ്. എന്നിട്ട് നമ്മളിവിടെ ഡെസേർട്ടിൽ ഡ്യൂണിങ് ചെയ്യും, ഡ്രിഫ്റ്റിംഗ്. ഇറ്റ്സ് ഫൺ. ഇനിയുള്ള നമ്മുടെ കുവൈറ്റിലുള്ള മുഴുവൻ ആൾക്കാർക്കും, മലയാളികൾ എന്നല്ല എല്ലാവർക്കും ഇത് ആസ്വദിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ഈ മനോഹരമായ ഈ കുവൈറ്റിൽ ഈ ഡെസേർട്ടിൽ ഇത്രയും സൗകര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക. കുവൈറ്റിൽ നിന്നും കേരള വിഷന് വേണ്ടി ക്യാമറാമാൻമാരായ ആദിത്യനും അദ്വൈതിനോടൊപ്പം ഐ വി സുനേഷ് വെങ്ങര.